ഹലോ ഗുഡ് പീപ്പിൾ, ദിസ് ഈസ് ശങ്കർ ഫ്രം മ്യൂസിക് പ്രൊഡക്ഷൻ ഹബ്ബ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ആപ്പിളിൻ്റെ മാക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ആപ്പിളിൻ്റെ ഹൈ എൻഡ് മെഷീനായിട്ടുള്ള മാക് പ്രോയ്ക്കും അതുപോലെ തന്നെ ബേസിക് ഡെസ്ക്ടോപ്പായ മാക് മിനിക്കും ഇൻ ബിറ്റ്വീനായിട്ടാണ് മാക് സ്റ്റുഡിയോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 2 വർഷം മുമ്പ് ഒരു മാർച്ചിലാണ് ആപ്പിൾ ആദ്യമായിട്ട് മാക് സ്റ്റുഡിയോ റിലീസ് ചെയ്യുന്നത്. ആപ്പിൾ മാക് സ്റ്റുഡിയോ വഴി ടാർഗറ്റ് ചെയ്യുന്നത് ഓഡിയോ ആൻഡ് വീഡിയോ പ്രൊഫഷണൽസിനെയാണ്. ഗ്രാഫിക്സ്, വീഡിയോ എഡിറ്റിംഗ്, അതുപോലെ തന്നെ സൗണ്ട് സ്റ്റുഡിയോ, മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മാക് സ്റ്റുഡിയോ മെയിനായിട്ട് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ, റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ജോബ്സിന് തീർച്ചയായിട്ടും നമുക്ക് മാക് സ്റ്റുഡിയോ ചൂസ് ചെയ്യാവുന്നതാണ്. ആപ്പിളിലെ മാക് സ്റ്റുഡിയോ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെഷീനാണ്. കൂടുതൽ നമ്പർ ഓഫ് പോർട്സും പ്രോസസ്സിംഗ് പവറും ഒക്കെ ആപ്പിൾ മാക് സ്റ്റുഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2,09,900 രൂപീസിൽ നിന്നാണ്. ആപ്പിൾ iMac 24 ഇഞ്ചിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് iMac പ്രൈസ് വരുന്നുണ്ടെങ്കിൽ, കോൺഫിഗർ ചെയ്ത ശേഷം പ്രൈസ് വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാക് സ്റ്റുഡിയോയിലേക്ക് പോയിക്കൂടാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ബഡ്ജറ്റ് 2 ലക്ഷം രൂപയ്ക്ക് പുറത്താണെങ്കിൽ നിങ്ങൾക്ക് മാക് സ്റ്റുഡിയോയിലേക്ക് പോകാം. ആപ്പിളിൻ്റെ M2 Max ആൻഡ് M2 Ultra ചിപ്പുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മെഷീനിലെല്ലാം തന്നെ M2 അല്ലെങ്കിൽ M3 ബേസിക് ആയിട്ടുള്ള M2, M3 ചിപ്പുകളായിരുന്നു. എന്നാൽ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് കുറേ കൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള ചിപ്പുകളാണ്. കൂടുതൽ നമ്പർ ഓഫ് കോഴ്സും GPU കോഴ്സും അതുപോലെ തന്നെ മെമ്മറിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മെഷീനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ആപ്പിളിൻ്റെ M2 Maxും M2 Ultra പ്രോസസ്സർ നോക്കിക്കഴിഞ്ഞാൽ 12 കോർ CPU അപ് ടു 38 കോർ GPU ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 96 GB യൂണിഫൈഡ് മെമ്മറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെമ്മറി ബാൻഡ് വിഡ്ത്ത് കഴിഞ്ഞ മെഷീൻസിലൊക്കെ കണ്ടതിനേക്കാളും എത്രയോ ഇരട്ടി ബാൻഡ് വിഡ്ത്താണ് ഇതിൻ്റെ അകത്ത് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, 400 GB/s. അതുപോലെ തന്നെ M2 Ultra വരുന്ന സമയത്ത് 24 കോർ CPU ആണ്, അപ് ടു 76 കോർ GPU വരുന്നുണ്ട്. 192 GB വരെ യൂണിഫൈഡ് മെമ്മറി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് 800 GB/s മെമ്മറി ബാൻഡ് വിഡ്ത്തുണ്ട്. ആപ്പിളിൻ്റെ M3 ലൈനപ്പ് ഉപയോഗിച്ചിട്ട് മാക് സ്റ്റുഡിയോ മെഷീൻസ് അപ്ഡേറ്റ് ആയിട്ടില്ല. മേ ബി റീസെൻ്റ്ലി തന്നെ അത് അപ്ഡേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത്യാവശ്യം സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് മാക് സ്റ്റുഡിയോ മോഡൽ ആപ്പിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2 ഫാൻസ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് തന്നെ ആമ്പിൾ കൂളിങ്ങും നമുക്ക് ലഭിക്കും. ഫ്രണ്ടിൽ തന്നെ 2 USB-C പോർട്ടുകൾ വരുന്നുണ്ട് ആൻഡ് ഒരു കാർഡ് റീഡറിൻ്റെ പോർട്ട് വരുന്നുണ്ട്. ഒരു SDXC പോർട്ടാണ് വരുന്നത്. അത് മേ ബി ഫ്രണ്ടിലെ പോർട്ടുകൾ മെഷീൻ കോൺഫിഗർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് തണ്ടർബോൾട്ട് 4 ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. സോ റിയർ സൈഡിൽ നമുക്ക് 4 തണ്ടർബോൾട്ട് 4 പോർട്ടുകളാണ് വരുന്നത്. ഒരു ജിഗാബിറ്റ് ഇഥർനെറ്റില്ല, ഒരു 10 GB/s ഇഥർനെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു IEC പവർ കണക്ടർ കൊടുത്തിട്ടുണ്ട്. 2 USB-A പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു HDMI ഔട്ടും ഒരു ഹെഡ്ഫോൺ ഔട്ട്പുട്ടും വരുന്നുണ്ട്. ആപ്പിൾ തന്നെ ഡിസ്പ്ലേ ആയിട്ടുള്ള സ്റ്റുഡിയോ ഡിസ്പ്ലേ നമുക്ക് മാക് സ്റ്റുഡിയോ ആയിട്ട് പെയർ ചെയ്യാൻ സാധിക്കും. ഹൈ ക്വാളിറ്റിയുള്ള കളറിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിസ്പ്ലേ ആണ് ആപ്പിളിൻ്റെ സ്റ്റുഡിയോ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മോഡൽ. സോ കണക്ട് അപ് ടു 8 ഡിസ്പ്ലേസ് വിത്ത് M2 Ultra ഓർ അപ് ടു 5 ഡിസ്പ്ലേസ് വിത്ത് M2 Max. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ഡിസ്പ്ലേസ് നമുക്ക് ഡെയ്സി ചെയിൻ ചെയ്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഈ 2 മെഷീൻസിലും. പിന്നെ ആക്സസറീസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം, ഇതിൻ്റെ കൂടെ കിട്ടുന്നില്ല. 2 മോഡലാണ് ആപ്പിൾ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബേസിക് 2,09,900 രൂപീസ് വരുന്ന മെഷീനിൽ 12 കോർ CPU, 30 കോർ GPU ആൻഡ് 16 കോർ ന്യൂറൽ എഞ്ചിനാണ് വരുന്നത്. ബേസിക് മെഷീനിൽ തന്നെ 32 GB യൂണിഫൈഡ് മെമ്മറിയും 512 GB SSDയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് പ്രൊഡക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മെഷീൻ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബേസിക് മെഷീൻ തന്നെ മതിയായിരിക്കും. ആഡക്വറ്റ് ആയിട്ടുള്ള ഓപ്ഷനുകളെല്ലാം തന്നെ ആപ്പിൾ ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 USB-C പോർട്ടാണ് വരുന്നത്. യൂഷ്വൽ വരുന്ന SDXC കാർഡ് റീഡറുണ്ട്. റിയർ സൈഡിൽ 4 തണ്ടർബോൾട്ട് 4 പോർട്ടും 2 USB-A പോർട്ടുകളും HDMIയും 10 GB ഇഥർനെറ്റും ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട iMac ഒരു 2 lakh രൂപീസിന് എടുക്കുന്നതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമുക്ക് കുറേ കൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള CPU, ഹൈ എൻഡ് ആയിട്ടുള്ള GPU, അതുപോലെ തന്നെ 32 GB റാമും 512 GB SSDയും ഓൺ ബോർഡ് തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് M2 Ultra സീരീസ് പ്രോസറുകൾ വെച്ചിട്ടാണെങ്കിൽ 24 കോർ CPU, 60 കോർ GPU ആൻഡ് 32 കോർ ന്യൂറൽ എഞ്ചിനാണ് വരുന്നത്. തീർച്ചയായിട്ടും വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ഹൈ ഡിമാൻഡിങ് ഗ്രാഫിക്സ് വർക്ക് ചെയ്യുന്ന, AutoCAD 3D ഡിസൈനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു കമ്പ്യൂട്ടറായിരിക്കും. പ്രത്യേകിച്ചും കൂടുതൽ നമ്പർ ഓഫ് ട്രാക്സ്, 4K വീഡിയോസൊക്കെ കൂടുതൽ നമ്പർ ഓഫ് ട്രാക്സ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു മെഷീൻ എന്തായാലും സ്യൂട്ടബിൾ ആയിരിക്കും. 64 GB ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെമ്മറി വരുന്നത്. 1 TB SSD വരുന്നുണ്ട്. ഫ്രണ്ടിൽ 2 പോർട്ടുകളും തണ്ടർബോൾട്ട് 4 പോർട്ടാണ്. ബാക്കിൽ 4 പോർട്ടുണ്ട്. സോ ടോട്ടൽ 6 നമ്പർ ഓഫ് തണ്ടർബോൾട്ട് 4 പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ബാക്കി എല്ലാ സ്പെക്കും കോമൺ തന്നെയാണ്. പക്ഷേ ഈ മെഷീൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4,19,900 രൂപീസാണ്. സോ ഇൻസൈൻ എമൗണ്ട് ഓഫ് പ്രൈസ് ആയിട്ട് തോന്നാം, പക്ഷേ ഒരു ഓഡിയോ വീഡിയോ പ്രൊഫഷണലെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് ജസ്റ്റിഫൈഡ് ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ, അതായത് മ്യൂസിക് പ്രൊഡക്ഷൻ, റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ആപ്ലിക്കേഷന് തീർച്ചയായിട്ടും ഈ ഒരു 2 lakh റേഞ്ചിലുള്ള മാക് സ്റ്റുഡിയോ തന്നെ മതിയായിരിക്കും. നമുക്കിതൊന്ന് ജസ്റ്റ് കോൺഫിഗർ ചെയ്ത് നോക്കാം.
ഇതിൽ നമുക്ക് പ്രോസസർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. അപ്പോൾ മാക് സ്റ്റുഡിയോ മോഡലിലെ പ്രത്യേകത തന്നെ നമുക്ക് അപ്ഡേഷൻ പോസിബിലിറ്റീസ് ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ആപ്പിളിൻ്റെ M2 Max 12 കോർ വെച്ചിട്ടുള്ളതിൻ്റെ അകത്ത് നമുക്ക് 64 GB വരെ റാം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് 2,49,900 rupees വരുന്നുണ്ട്. നമുക്ക് സ്റ്റോറേജ് 5 നിന്നും 1 TB അപ്ഡേറ്റ് ചെയ്യാം. 2,69,900 rupees വരുന്നുണ്ട്. സോ അത്യാവശ്യം റാം നമുക്ക് വേണം. നമ്മൾ കോണ്ടാക്റ്റ് പോലത്തെ സാമ്പിൾ ലൈബ്രറീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കൂടുതൽ നമ്പർ ഓഫ് സാമ്പിൾ ലൈബ്രറീസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റാം 64 GB അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് പ്രോസസർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ M2 Max വിത്ത് 12 കോർ CPU ആൻഡ് 38 കോർ GPUയുടെ ഓപ്ഷനുണ്ട്. സോ അത് വരുന്ന സമയത്ത് നമുക്ക് ഇനിയും റാമിൻ്റെ എമൗണ്ട് ബംപ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 96 GB വരെ നമുക്ക് മെമ്മറി അപ്ഡേറ്റ് ചെയ്യാം. സോ 64 GB മെമ്മറി ഇനഫാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെ ആപ്ലിക്കേഷൻസിന്. ഇനിയൊരു 3 to 4 years ഒക്കെ തന്നെയും 64 GB നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബട്ട് ഇഫ് യു വാണ്ട് മോർ മെമ്മറി നമുക്ക് ഈ ഒരു കോൺഫിഗറേഷൻ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് 128 GB വരെ മെമ്മറി ബംപ് ചെയ്യാം. പക്ഷേ മെഷീൻ്റെ പ്രൈസ് 4,99,900 rupees പോകുന്നുണ്ട്. ഈ ഒരു മോഡൽ സെലക്ട് ചെയ്ത് നോക്കാം. അതായത് സെക്കൻഡ് മോഡൽ 24 കോർ CPU വരുന്ന മോഡൽ. അതിനകത്ത് നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ട് 128 GB പോകാനായിട്ട് സാധിക്കും. സോ അതിന് 4,99,900 rupees ആണ് വരുന്നത്. നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ ഒരു കോൺഫിഗറേഷനിൽ നമ്മൾ മാക്സിമം നമുക്ക് ബംപ് ചെയ്യേണ്ടത് 64 GB റാമിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. സോ മെഷീൻ്റെ പ്രൈസ് അറൗണ്ട് 2.5 lakhs എത്തിപ്പെടും. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ച്വലി ഈ ഒരു കോൺഫിഗറേഷന് ജസ്റ്റിഫൈ ചെയ്യുന്നത് തന്നെയാണ്. നമുക്ക് സ്റ്റോറേജ് ഒക്കെ നമുക്ക് എക്സ്റ്റേണലി അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. മൾട്ടിപ്പിൾ തണ്ടർബോൾട്ട് 4 പോർട്ട്സ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും എക്സ്റ്റേണൽ SSDs വാങ്ങിച്ച് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റേർണലായിട്ട് SSD അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ഒരു SSD തന്നെ നിലനിർത്തിക്കൊണ്ടും നമ്മൾ റാം ബംപ് ചെയ്ത് 64 GB ആക്കിയാൽ തീർച്ചയായിട്ടും ഈ ഒരു കോൺഫിഗറേഷൻ നമുക്ക് ഒരു 5 years ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കും. പിന്നെ ഇൻ ദ ബോക്സിലാകെ ഒരു പവർ കോഡും അതുപോലെ തന്നെ മെഷീനും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ എക്സ്ട്രാ കീബോർഡ് മൗസൊക്കെ നമുക്ക് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം. വിൻഡോസ് ബേസ്ഡ് ആയിട്ടുള്ള കീബോർഡ് മൗസുകൾ യൂസ് ചെയ്താലും തീർച്ചയായിട്ടും ഈ മെഷീൻസിലൊക്കെ റൺ ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ട്രാ 2 USB പോർട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കീബോർഡ് മൗസൊക്കെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ വയർലെസ് മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ഒരു ഹൈ ക്വാളിറ്റി ഡെസ്ക്ടോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെഷീൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിളിൻ്റെ മാക് സ്റ്റുഡിയോ മെഷീൻ ചൂസ് ചെയ്യാം. 2 lakh rupees എന്ന് പറഞ്ഞ പ്രൈസ് തീർച്ചയായിട്ടും അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഫീച്ചേഴ്സും ഫെസിലിറ്റിയൊക്കെ ആപ്പിൾ അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, ഈ വീഡിയോ ഇവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.